ഷിരൂരിൽ ഇന്ന് കണ്ടെത്തിയ മൃതദേഹം അർജുൻ്റേത് അല്ല എന്ന് മനസ്സിലായി. അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ദൈവമേ? അതല്ല അർജുൻ ലോറിക്കകത്ത് തന്നെ ജീവനോടെ ഉണ്ടാകുമോ? പ്രതീക്ഷകൾ പറയാനിനി വയ്യ. ഭക്ഷണമില്ലാതെ മനുഷ്യന് ഒരു മാസത്തിന് മുകളിൽ ജീവിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ അർജുൻ ട്രക്കിനകത്ത് ഉണ്ടാവുമോ? അർജുൻ്റെ ട്രക്ക് നമ്മൾ പറഞ്ഞെടുത്ത് തന്നെയാണോ ഉള്ളത്? ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ തിരച്ചിൽ വീണ്ടും തുടരണം. അർജുൻ ഇതുവരെ മടങ്ങിയെത്തിയില്ല. കരഞ്ഞും പ്രാർത്ഥിച്ചും വഴിക്കണ്ണുമായി ഇരിക്കുന്ന വീട്ടുകാർക്ക് കേരളത്തിൻ്റെ പിന്തുണയാണ് ഏക ആശ്വാസം. പുഴയിലെ തിരച്ചിൽ കർണാടക സർക്കാർ നിർത്തിവെച്ചിട്ട് ഇനി എന്ന് പുനരാരംഭിക്കുമെന്ന് ആർക്കും അറിയില്ല. കർണാടക സർക്കാരും ഇക്കാര്യത്തിൽ യാതൊന്നും പറയുന്നില്ല. തെരച്ചിൽ അടിയന്തരമായി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും സിദ്ധരാമയ്യക്ക് കത്തയച്ചെങ്കിലും അനുകൂല നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്, കാലാവസ്ഥ പ്രതികൂലമാണ് എന്നിങ്ങനെ വാദങ്ങൾ നിരത്തിയാണ് തെരച്ചിൽ ആരംഭിക്കുന്നതിൽ നിന്ന് കർണാടക വിട്ടുനിൽക്കുന്നത്. അതേസമയം സഹായം അഭ്യർത്ഥിച്ച് ഉത്തര കന്നഡ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ. അർജുൻ്റെ വീട്ടുകാരുടെ താൽപ്പര്യപ്രകാരം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ കഴിഞ്ഞ ദിവസം ശിരൂരിലെത്തിയെങ്കിലും പോലീസ് മടക്കി അയച്ചു. തെരച്ചിലിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും പ്രതീക്ഷയുടെ വെളിച്ചവുമായി ജീവിക്കുകയാണ് അർജുൻ്റെ ഉറ്റവർ. ജീവിതത്തിലേക്ക് അർജുൻ മടങ്ങി വരാൻ വല്ല പഴുതുമുണ്ടെങ്കിൽ മഹോന്നതനായ ദൈവമേ, അത് നീ എത്രയും പെട്ടെന്ന് സാധിപ്പിക്കണമേ. അതിനിടയിൽ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എന്തെന്നാൽ അതിനിടയിൽ വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയും കൂടെ പറയാം. കർണാടകയിലെ ഹൈക്കോടതി കഴിഞ്ഞ 7 ദിവസത്തോളമായി അർജുനും കൂടെയുള്ളവർക്കുമായുള്ള തിരച്ചിൽ നിർത്തിവച്ചതിൻ്റെ സാഹചര്യത്തെ തുടർന്ന് തിരച്ചിൽ ആരംഭിക്കുവാനുള്ള നടപടിയെടുത്തു. നമ്മുടെ അർജുനെ കണ്ടെത്താനായി വീണ്ടും തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോടെ കേരളം മൊത്തം കാത്തിരുന്ന ആ മഹത്തായ ദിവസം എത്രയും പെട്ടെന്നുണ്ടാവട്ടെ. നമ്മുടെ അർജുൻ ജീവനോടുകൂടി തന്നെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ. താങ്ങും തണലുമായി നിൽക്കേണ്ടവർക്ക് കരുത്തു പകരാനായി അവൻ മരണത്തെയും തോൽപ്പിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.